ഹായ് സ്റ്റുഡൻസ്, നമ്മൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽപ്പെട്ട അൺപെയ്ഡ് സെല്ലറെ കുറിച്ചാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 45 ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ സെക്ഷൻ 45 പ്രകാരം ദി സെല്ലർ ഓഫ് ഗുഡ്സ് ഈസ് ഡീംഡ് ടു ബി ആൻ അൺപെയ്ഡ് സെല്ലർ. ഒരു സെല്ലർ, ഒരു വിൽപ്പനക്കാരൻ, ഒരു ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പനക്കാരൻ, ഒരു വസ്തുവിൻ്റെ വിൽപ്പനക്കാരൻ അൺപെയ്ഡ് സെല്ലറായിട്ട് നമ്മൾ പരിഗണിക്കും അല്ലെങ്കിൽ അനുമാനിക്കും. ഏതൊക്കെ സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് നോക്കാം. എ സെല്ലർ ഓഫ് ഗുഡ്സ് ഹു ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഓർ ടെൻഡേർഡ് ദ വൂൾ ഓഫ് ദി പ്രൈസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുമ്പോൾ സെല്ലർക്ക് എന്ത് ചെയ്തിട്ടില്ല, ദ ഹോൾ പ്രൈസ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഓർ ടെൻഡേർഡ്. അതായത് ഉൽപ്പന്നത്തിൻ്റെ വില അയാൾക്ക് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ടെൻഡർ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അയാളെ പറയുന്ന പേരാണ് അൺപെയ്ഡ് സെല്ലർ. പിന്നെയോ എ സെല്ലർ റിസീവ്ഡ് പ്രൈസ് ത്രൂ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എന്ത് ചെയ്യുന്നു, സെല്ലർക്ക് ഉൽപ്പന്നത്തിൻ്റെ വില കിട്ടുന്നില്ല. വിലക്ക് പകരമായിട്ട് എന്താ കിട്ടുന്നത്, പ്രൈസ്. ഏത് രൂപത്തിലാണ്? സെല്ലർ ബയർക്ക് കൈമാറിയ ഉൽപ്പന്നത്തിൻ്റെ വില, പ്രൈസ് ഏത് രൂപത്തിലാണ് കിട്ടുന്നത്? ത്രൂ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഏതിലൂടെയാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ചിലൂടെയാണ്. ഓർ എനി അതർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിലൂടെ, ചെക്ക് അതുപോലെയുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് രൂപത്തിലാണ് സെല്ലർക്ക് പൈസ കിട്ടുന്നതെങ്കിൽ, അതായത് സെല്ലർ വിറ്റ സാധനത്തിൻ്റെ വില ബില്ലായിട്ടോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടോ അല്ലെങ്കിൽ ചെക്ക് പോലെയുള്ള മറ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ രൂപത്തിലോ ആണ് കിട്ടുന്നത് എങ്കിൽ, ഓക്കെ, അത് കിട്ടി. ബട്ട് വിച്ച് ഈസ് സബ്സീക്വൻ്റ്ലി ഡിഷോണേഡ്. പക്ഷെ എന്ത് ചെയ്തു, പിന്നീട് അതെന്ത് ചെയ്തു, ഡിഷോണറായി. അല്ലേ, വണ്ടി ചെക്കാവുക എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? വണ്ടി ചെക്കാവുക പറഞ്ഞാൽ എന്താ? പൈസ ഇല്ലാത്ത അക്കൗണ്ടിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ചെക്ക് കൊടുക്കുക. ഓക്കെ, ഒരാളെന്ത് ചെയ്തു, ഒരു ബയർ സെല്ലറിൽ നിന്നും സാധനം വാങ്ങി, അതിന് പൈസക്ക് പകരം എന്ത് ചെയ്തു, ചെക്ക് കൊടുത്തു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ചെക്ക് കൊടുത്തു, പേയ്മെൻറ്റ് നടത്തി സെല്ലർക്ക്. സെല്ലർ അതൊരു ബാങ്കിൽ പോയി, ബാങ്കിൽ നിന്ന് പറഞ്ഞു ഇത് വണ്ടി ചെക്കാണ്, ഇതായിട്ടുണ്ട്, എന്താണ്, പൈസ ഇല്ലാത്ത അക്കൗണ്ടാണ്. അതാണ് ഇത് ഈ പറയുന്നത് സബ്സീക്വൻ്റ്ലി ഡിഷോണേഡ്. സെല്ലർ എന്ത് ചെയ്തു, സെല്ലർക്ക് പ്രൈസ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, ചെക്ക് അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് രൂപത്തിലൊക്കെ കിട്ടി. പക്ഷേ എന്ത് ചെയ്തു, പിന്നീട് അതെന്തായിട്ട് മാറി, ആ ചെക്ക് ഡിഷോണേഡായി മാറി, വണ്ടി ചെക്കായിട്ടൊക്കെ മാറി. ഓക്കെ, അതാണ് പറയുന്നത്. ദസ് ആൻ അൺപെയ്ഡ് സെല്ലർ ഈസ് എ സെല്ലർ ഹൂ ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ദ ഹോൾ ഓഫ് ദി പ്രൈസ് ഓർ വൺ ഹു ഹാസ് റിസീവ്ഡ് എനി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. അതുകൊണ്ട് തന്നെ അൺപെയ്ഡ് സെല്ലർ എന്നാൽ നമുക്ക് എന്ത് വിളിക്കാം, ഹു ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ദ ഹോൾ ഓഫ് ദി പ്രൈസ്. ഉൽപ്പന്നത്തിൻ്റെ വില അയാൾക്ക് മുഴുവനായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അയാളെ വിളിക്കാം എന്ത്, അൺപെയ്ഡ് സെല്ലർ. അല്ലെങ്കിലോ വൺ ഹു ഹാസ് റിസീവ്ഡ് എനി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. എന്ത് ചെയ്യുന്നു, ഉൽപ്പന്നത്തിൻ്റെ വിലയായിട്ട്, പ്രൈസായിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് കിട്ടുകയും പിന്നീട് അത് ഡിഷോണേഡ് ആവുകയും ചെയ്താൽ അത് അയാളെ വിളിക്കുന്ന പേരാണ് അൺപെയ്ഡ് സെല്ലർ. എക്സാമ്പിൾ പറയുന്നു, എക്സ് സോൾഡ് സെർട്ടൈൻ ഗുഡ്സ് ടു വൈ ഫോർ ₹10,000. 10,000 രൂപയ്ക്ക് എക്സ്, വൈ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് ചെയ്തു, സാധനം വിറ്റു. വൈ പെയ്ഡ് 7,500. വൈ എന്ത് ചെയ്തു, എക്സിന് 7,500 രൂപ കൊടുത്തു. ആൻഡ് ഫെയിൽഡ് ടു പേ ദ ബാലൻസ്. ഓക്കെ, ബാക്കി കൊടുക്കാൻ, ബാലൻസ് കൊടുക്കാൻ എന്ത് ചെയ്തു, ആര് പരാജയപ്പെട്ടു? വൈ പരാജയപ്പെട്ടു. ഹിയർ എക്സ് ഈസ് നോട്ട് ഇൻ ദ പൊസിഷൻ ഓഫ് അൺപെയ്ഡ് സെല്ലർ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എക്സ് എന്ന് പറയുന്ന വ്യക്തി അൺപെയ്ഡ് സെല്ലറുടെ സ്ഥാനത്തല്ല ഉള്ളത്. കാരണം എന്താ, ഇവിടെ അയാൾക്ക് പകുതി പൈസ കിട്ടിയിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്ന വ്യക്തി, എക്സ് എന്ന് പറയുന്ന സെല്ലർക്ക് അയാൾ വിറ്റ 10,000 രൂപയുടെ സാധനത്തിൻ്റെ 7,500 രൂപ അയാൾക്ക് കിട്ടിയിരിക്കുന്നു. എത്രയേ കിട്ടാനുള്ളൂ, ബാക്കി 2,500 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് വിളിക്കില്ല, അൺപെയ്ഡ് സെല്ലർ എന്ന് വിളിക്കില്ല. അൺപെയ്ഡ് സെല്ലർ എന്ന് വിളിക്കണമെങ്കിൽ അയാൾക്ക് മുഴുവൻ തുകയും ഉൽപ്പന്നത്തിൻ്റെ, സെല്ലർ വിറ്റതായ ഉൽപ്പന്നത്തിൻ്റെ മുഴുവൻ വിലയും അയാൾക്ക് കിട്ടേണ്ടതുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം, റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ. ഒരു അൺപെയ്ഡ് സെല്ലറുടെ അവകാശങ്ങളെ 2 ഭാഗമായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്നാമത്തേതാണ് റൈറ്റ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ദ ഗുഡ്സ്. ആ വസ്തുവിൻ്റെ മുകളിൽ, അതായത് സെല്ലർ വിൽക്കുന്ന വസ്തുക്കളുടെ മുകളിൽ ഒരു അൺപെയ്ഡ് സെല്ലർക്ക് എന്തുണ്ട്, ആ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ പ്രകാരമുള്ള വസ്തുവിൻ്റെ മുകളിൽ ചില അവകാശങ്ങളുണ്ട്.
അതുപോലെ റൈറ്റ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ദ ബയർ പേഴ്സണൽ. അൺപെയ്ഡ് സെല്ലർക്ക് ആർക്കെതിരെ അവകാശമുണ്ട്? ആ ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി, ബയർ വാങ്ങുന്ന വ്യക്തിപരമായിട്ട് അയാളുടെ മുകളിലും എന്തുണ്ട്? ചില അവകാശങ്ങളുണ്ട്. അതായത് വിൽക്കുന്ന വസ്തുവിൻ്റെ മുകളിലും അത് വാങ്ങുന്ന ബയറുടെ മുകളിലും എന്തുണ്ട്? ഒരു അൺപെയ്ഡ് സെല്ലറിന് അവകാശങ്ങളുണ്ട്. ഒന്നാമത്തെ റൈറ്റ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ഗുഡ്സ്. അൺപെയ്ഡ് സെല്ലർക്ക് ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ പ്രകാരമുള്ള വസ്തുവിൻ്റെ മുകളിൽ അൺപെയ്ഡ് സെല്ലർക്ക് അവകാശങ്ങളുണ്ട്. ഓക്കെ, അതായത് കോൺട്രാക്ട് ഓഫ് സെയിൽ പ്രകാരം ബയർക്ക് കൈമാറുന്ന അല്ലെങ്കിൽ ബയർക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ മുകളിൽ ഒരു അൺപെയ്ഡ് സെല്ലർക്ക് എന്തുണ്ട്? അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. വസ്തുവിൻ്റെ മുകളിൽ എന്തുണ്ട്? അവകാശം ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ടതാണ് നോക്കാനുള്ളത്. നോക്കാം എന്തൊക്കെയാണ് അവകാശങ്ങൾ. റൈറ്റ് ഓഫ് ലീൻ, അറിയാലോ നിങ്ങൾക്ക്. ലീൻ ചെയ്യുക, പിടിച്ചു വെക്കുക, പകരമായിട്ട് പിടിച്ചു വെക്കുക, പകരം വെക്കുക. ഓക്കെ, ഒരു സെല്ലർക്ക് സെയിൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് പൈസ കിട്ടാനുണ്ട്. അത് ബയറിൽ നിന്നാണ് കിട്ടാനുള്ളത്. ബയറിൽ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ ആ സെയിൽ ചെയ്യുന്ന വസ്തുവിനെ തടഞ്ഞു വെക്കുവാൻ ആർക്ക് അവകാശമുണ്ട്? സെല്ലർക്ക് അവകാശമുണ്ട്. പിന്നെ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, അതായത് ട്രാവലിങ്ങിലാണ്, ആ വസ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ കോയമ്പത്തൂരുള്ള ഒരു സെല്ലർ കേരളത്തിലുള്ള ഒരു ബയർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സാധനങ്ങൾ ഡെലിവർ ചെയ്തു, അയച്ചു കൊടുത്തു. ഏകദേശം എന്ത് ചെയ്യുന്നു? കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട് വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ബയർ എന്ത് ചെയ്തു? പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, ഓൺലൈനായിട്ട് അയക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. പേയ്മെൻറ്റ് നടത്തിയില്ല. അപ്പോൾ എന്ത് ചെയ്തു? പാലക്കാട് എത്തിയ വണ്ടിയെ പോലെ വിളിച്ചിട്ട് പറഞ്ഞെന്ത്? നിങ്ങൾ ബയറിൻ്റെ അടുത്തേക്ക് പോകേണ്ടതില്ല, തിരിച്ചിങ്ങോട്ട് വരാം. അതാണ് ഇത് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. തടയുക, എവിടെ വരെയാണോ എത്തിയിട്ടുള്ളത്, ഓൺ ദ വേ ടു ബയറാണ്, ബയറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വസ്തുവിനെ, അവിടെ വെച്ച് തടയുക, അവിടേക്ക് എത്തുന്നില്ല അതിന് മുന്നേ. പിന്നെ റൈറ്റ് ഓഫ് റീസെയിൽ, വീണ്ടും വിൽക്കുവാനുള്ള റൈറ്റ്. ഇങ്ങനെ 3 റൈറ്റുകളാണുള്ളത്. ഒന്നാമത്തെ റൈറ്റ് ഓഫ് ലീനാണ്. അതിൽ പറയുന്നത് ലീൻ ഈസ് ദ റൈറ്റ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ ടു റീറ്റെയിൻ ദ ഗുഡ്സ്. പിടിച്ചു വെക്കുവാൻ, തൻ്റെ കൈവശം വെക്കുവാനുള്ള അവകാശമുണ്ട് ഒരു അൺപെയ്ഡ് സെല്ലർക്ക്. ആൻഡ് റിഫ്യൂസ് ടു ഡെലിവർ ദം, ആ വസ്തുവിനെ ഡെലിവർ ചെയ്യുന്നതിനെ നിരാകരിക്കുവാനുള്ള അവകാശവുമുണ്ട്. അതായത് ഒരു സെല്ലർക്ക് ബയർക്ക് ഡെലിവർ ചെയ്യുക, ഒരു വസ്തുവിനെ കോൺട്രാക്ട് ഓഫ് സെയിൽ പ്രകാരം ഡെലിവർ ചെയ്യുന്നതിനെ റിഫ്യൂസ് ചെയ്യുവാൻ, തടയുവാനുള്ള അവകാശമുണ്ട്. അതുപോലെ ആ വസ്തുവിനെ പിടിച്ചു വെക്കുവാനുള്ള അവകാശമുണ്ട്. അൺടിൽ ഫുൾ പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് മെയ്ഡ് ബൈ ദി ബയർ. കോൺട്രാക്ട് ഓഫ് സെയിൽ പ്രകാരം ഒരു ഉൽപ്പന്നത്തിൻ്റെ മുഴുവൻ വിലയും ബയർ തരുന്നത് വരെ, വാങ്ങുന്ന വ്യക്തി തരുന്നത് വരെ എന്ത് ചെയ്യുക? ആ വസ്തുവിനെ പിടിച്ചു വെക്കുവാൻ അല്ലെങ്കിൽ ആ വസ്തുവിനെ അയച്ചു കൊടുക്കുന്നതിനെ തടഞ്ഞു നിർത്തുവാൻ ആർക്ക് അവകാശമുണ്ട്? അൺപെയ്ഡ് സെല്ലർക്ക് അവകാശമുണ്ട്. ഓക്കെ, ദ അൺപെയ്ഡ് സെല്ലർ ക്യാൻ എക്സസൈസ് ലീൻ ഓൺലി ഇൻ ഫോളോയിങ് കേസസ്. ചില സാഹചര്യങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ പറയുന്ന അൺപെയ്ഡ് സെല്ലർ റൈറ്റ് ഓഫ് ലീൻ പുറപ്പെടുവിക്കുകയുള്ളൂ. ഒന്ന്, വേർ ദ ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് വിത്തൗട്ട് സ്റ്റിപ്പുലേഷൻ ആസ് ടു ക്രെഡിറ്റ്. സാധനങ്ങൾ വിൽക്കുന്ന ഒരാൾക്ക് വിത്തൗട്ട് സ്റ്റിപ്പുലേഷൻ, ഒരു കണ്ടീഷനും ഇല്ലാതെ, ഒരു നിബന്ധനയും ഇല്ലാതെ, ടു ക്രെഡിറ്റ്, കടമായി കൊടുക്കാമെന്ന ഒരു നിബന്ധനയും ഇല്ലാതെ വസ്തുവിനെ വിൽക്കുകയാണെങ്കിൽ, കടമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? അവിടെ ലീനിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? കടമായിട്ടാണ്. ക്രെഡിറ്റിന് കൊടുക്കുകയാണെങ്കിൽ പൈസ പിന്നെ കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ സാധനത്തെ ഡെലിവർ ചെയ്യണം. പക്ഷേ കടമായിട്ട് കൊടുക്കാമെന്ന് യാതൊരു നിബന്ധനകളും ഇല്ല എങ്കിൽ അത്തരത്തിൽ സാധനം വിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ പൈസ തന്നിട്ട് മുഴുവൻ തരുന്നത് വരെ എന്ത് ചെയ്യാം? അൺപെയ്ഡ് സെല്ലർക്ക് ആ വസ്തുവിനെ തൻ്റെ കൈവശം റീറ്റെയിൻ ചെയ്യാം. വേർ ദ ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് ഓൺ ക്രെഡിറ്റ് ബട്ട് ദ ടേം ഓഫ് ക്രെഡിറ്റ് ഹാസ് എക്സ്പയർഡ്. അല്ലെങ്കിലോ സാധനങ്ങൾ കടത്തിന് വിറ്റു, പക്ഷേ എന്ത് ചെയ്തു? ടേം ഓഫ് ക്രെഡിറ്റ്, ആ കടത്തിൻ്റെ കാലാവധി തീർന്നാൽ, കടം കൊടുത്തതിൻ്റെ കാലാവധി തീർന്നാൽ എന്ത് ചെയ്യാം? അതിന് കാലാവധി ഉണ്ടാവും, 1 ആഴ്ച 2 ആഴ്ച 1 മാസം അങ്ങനെയൊക്കെ കടമായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും റൈറ്റ് ഓഫ് ലീന് ചെയ്യാം. വേർ ദ ബയർ ബിക്കം ഇൻസോൾവെൻറ്റ്. ഓക്കെ, ക്രെഡിറ്റിൻ്റെ പീരീഡ് കഴിയുന്നതിന് മുന്നേ, പീരീഡ് ഓഫ് ക്രെഡിറ്റ്, ക്രെഡിറ്റിൻ്റെ കാലാവധി, കടമായിട്ട് വാങ്ങിയതിൻ്റെ കാലാവധി കഴിയുന്നതിന് മുന്നേ എന്ത് ചെയ്യുക? ബയർ പാപ്പരാവുക, ഇൻസോൾവെൻ്റ് ആവുക, 10 പൈസ ഇല്ലാത്ത ആളാവുകയാണെങ്കിൽ അപ്പോഴും റൈറ്റ് ഓഫ് ലീന് വരും. അതുപോലെ അൺപെയ്ഡ് സെല്ലർ ആർ ഡെലിവേർഡ് പാർട്ട് ഓഫ് ദി ഗുഡ്സ്, ഹീ മേ എക്സസൈസ് ഹിസ് ലീൻ ഓൺ റിമൈനിങ് പാർട്ട് ഓഫ് ദി ഗുഡ്സ്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ, ഭാഗികമായിട്ട് അൺപെയ്ഡ് സെല്ലർ ഉൽപ്പന്നത്തെ ഇറക്കി കൊടുത്തു. എത്ര രൂപയാണോ അയാൾക്ക് കിട്ടിയത്
അതുവരെ അയാൾ ഇറക്കി കൊടുത്തു. ബാക്കി എന്ത് ചെയ്തു? പിന്നീടേ ചെയ്യുള്ളൂ. ബാക്കി അയാൾ പിടിച്ചു വെച്ചു, ലീൻ ചെയ്തു. 10 ചാക്ക് സിമെൻറ്റ് ഇറക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. 5 ചാക്കിൻ്റെ പൈസ തന്നു. 5 ചാക്കിൻ്റെ പൈസ തന്നപ്പോൾ എന്ത് ചെയ്തു? 5 ചാക്ക് ഇറക്കി കൊടുത്തു. ബാക്കി എന്ത് ചെയ്തു? അയാൾ തടഞ്ഞു വെച്ചു. ഇതിൻ്റെ ബാക്കി 5 ചാക്കിൻ്റെ പൈസ കിട്ടുന്നത് വരെ, എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ. പിന്നെ ടെർമിനേഷൻ ഓഫ് ലീൻ ഓർ ലോസ് ഓഫ് ലീൻ. അൺപെയ്ഡ് സെല്ലർക്ക് എന്ത് ചെയ്യും? അയാളുടെ റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്ന അവകാശം, തടഞ്ഞു വെക്കുവാനുള്ള, റീറ്റെയിൻ ചെയ്യുവാനുള്ള അവകാശം എന്ത് ചെയ്യും? അയാളിൽ നിന്നും പോവും ചില സാഹചര്യങ്ങളിൽ. ഒന്ന്, ബാഡ് ഡെലിവറി ടു ദി കാരിയർ. കാരിയർക്ക് എന്ത് ചെയ്യുന്നു? ബൈ ഡെലിവറി ടു ദി കാരിയർ. കാരിയർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വസ്തുവിനെ അയച്ചു കൊടുക്കുന്നത് എങ്കിൽ, ഓക്കെ, ഒരു കരിയർക്കോ ഒരു ബെയിലിക്കോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബയർക്ക് പകരം നമ്മളൊരു വസ്തുവിനെ കൊടുക്കുന്നത് എങ്കിൽ, എത്തിച്ചു കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല? ലീൻ ലോസ് ആവും. അതുപോലെ ബൈ ഡെലിവറി ടു ദി ബയർ. ബയർക്ക് നമ്മൾ എന്ത് ചെയ്തു? സാധനം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? കഴിഞ്ഞു. അതോടുകൂടി ലീൻ എന്ന് പറയുന്നത് സംഭവമല്ല, പിടിച്ചു വെക്കാൻ പറ്റുമോ? കാരണം നമ്മളെ കയ്യിൽ നിന്ന് ആ വസ്തു പോയി. സെല്ലറുടെ കയ്യിൽ നിന്നും വസ്തു ബയറുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തില്ല? ലീൻ എന്ന് പറയുന്ന സംഭവമല്ല. ബൈ വേവർ, വെൻ ദ സെല്ലർ എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി വേവ്സ് ഈസ് റൈറ്റ് ലീൻ, ദ റൈറ്റ് ഓഫ് ലീൻ ടെർമിനേറ്റഡ്. അതുപോലെ ബൈ ടെൻഡർ ഓഫ് പ്രൈസ്, വെർ ദ ബയർ ടെൻഡേഴ്സ് പ്രൈസ് ഫോർ ഗുഡ്സ് പർച്ചേസ് ബൈ ഹിം. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ലീന് നഷ്ടമാവും. രണ്ടാമത്തെ, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അതായത് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഇൻ ട്രാൻസിറ്റ് മീൻസ് ദ റൈറ്റ് ടു സ്റ്റോപ്പിംഗ് ഫർദർ ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സ് while they are with a carrier for the purpose of transmission to the buyer, resuming the possession of them and retaining the possession until the payment or tender of price. അതായത് പറയുന്നത് എന്താണ്? അവിടെ ട്രാൻസിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ട്രാൻസിറ്റ് എന്ന് വെച്ചാൽ സ്റ്റോപ്പിംഗ് ദ ഗുഡ്സ് വൈൽ ദേ ആർ ഓൺ ദ വേ ടു ദ ബയേഴ്സ് പ്ലേസ്. ബയറുടെ വീട്ടിലേക്ക്, ബയറുടെ അടുത്തേക്ക്, ബയറുടെ സ്ഥലത്തേക്ക് ഒരു വസ്തുവിനെ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ആ കൊണ്ടുപോകുന്നതിനെ തടയുക. സെല്ലർ തടയുകയാണെങ്കിൽ അതാണെന്ത്? സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എന്നറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, കോയമ്പത്തൂരിൽ നിന്നും കേരളത്തിലേക്ക് ഒരു സാധനം വാങ്ങാണ്, കുറച്ച് പച്ചക്കറി വാങ്ങാമെന്ന് വിചാരിച്ചോളൂ. ഒരു ലോഡ് പച്ചക്കറി വാങ്ങാണ്, കോയമ്പത്തൂരിൽ നിന്നും ലോഡ് പുറപ്പെട്ടു, പണം മുഴുവനും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഓൺലൈനായിട്ടൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞതാണ്, പണം കൊടുത്തിട്ടില്ല. പാലക്കാട് എത്തിയപ്പോൾ സെല്ലർ വിളിച്ചു പറഞ്ഞു, ബയറുടെ കയ്യിൽ നിന്നും പണം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോരാം, അവിടെ വെച്ച് തടയുക. ആ യാത്രയെ എത്തിച്ചു കൊടുക്കുന്നതിനെ, ബയറുടെ പ്ലേസിലേക്ക് പോകുന്നതിനെ തടയുക. ഇതുവരെ മുഴുവൻ പണവും കൊടുത്ത് തീർക്കുന്നത് വരെ. മുഴുവൻ പണവും കൊടുത്ത് തീർത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ വസ്തു ബയറുടെ അടുത്തേക്ക് എത്തിച്ചേരുകയുള്ളൂ. അതാണ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്. ട്രാൻസിറ്റ് പറഞ്ഞ യാത്ര, ചരക്ക് ഗതാഗതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ എത്തുന്നതിൻ്റെ വഴിക്ക് വെച്ച് തടയുന്നതാണിത്. ബയറുടെ പ്ലേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് തടയുന്നതാണ് ഈ പറയുന്നത്. ഓക്കെ, ചില കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്യണം. സെല്ലർ ഒരു അൺപെയ്ഡ് സെല്ലറായിരിക്കണം, അയാൾ ഇൻസോൾവെൻ്റ് ആവണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സെല്ലറുടെ കയ്യിൽ എന്താ പറയുക, പൊസഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ആ വസ്തു ബയറുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കണം, എത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കണം, യാത്രയിലായിരിക്കണം. ആ ലോഡുമായിട്ട് വണ്ടി ബയറുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കണം. ഈ സാഹചര്യങ്ങളിലൊക്കെ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? നമുക്കിത് നടക്കുകയുള്ളൂ. ഓക്കെ, ടെർമിനേഷൻ ഓഫ് ട്രാൻസിറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ ട്രാൻസിറ്റ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് നമുക്ക് കിട്ടൂല. ഏതൊക്കെ സാഹചര്യത്തിൽ? ഡെലിവറി ടു ദി ബയർ, ബയർക്കോ അല്ലെങ്കിൽ ഏജൻറ്റിനോ എന്ത് ചെയ്യുക? എന്താ പറയുക? ബയർക്കോ അല്ലെങ്കിൽ അയാളുടെ ഏജൻറ്റിനോ എത്തിക്കേണ്ട ഡെസ്റ്റിനേഷൻ, നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കേണ്ട സ്ഥലത്തിന് മുന്നേ തന്നെ ആ വസ്തു ഡെലിവർ ചെയ്താൽ, അരീക്കോട് എത്തിച്ചു കൊടുക്കേണ്ട സാധനം കീശ്ശേരി വെച്ച് തന്നെ ഡെലിവർ ചെയ്താൽ, അതായത് കൊണ്ടോട്ടി വഴി വരുമ്പോൾ അരീക്കോട് ആണ് എത്തിക്കേണ്ടത്, പക്ഷേ കീശ്ശേരി വെച്ച് വാങ്ങിയാൽ, ഡെലിവർ ചെയ്താൽ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് കിട്ടില്ല. അവിടെ വെച്ച് പിന്നെ തടയാനൊന്നും പറ്റില്ല, ബയറിലേക്ക് എത്തിപ്പോയാലും. അതുപോലെ ഇൻ്റർസെപ്ഷൻ ബൈ ദി ബയർ, വെൻ ദ ബയർ ഓൺ ഹിസ് ഏജൻറ്റ് ടേക്ക് ഡെലിവറി ആഫ്റ്റർ ദ ഗുഡ്സ് റീച്ച് ദ ഡെസ്റ്റിനേഷൻ എത്തിയതിന് ശേഷമാണ്, അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ആ വസ്തു കളക്ട് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെയാണെങ്കിലും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് കിട്ടില്ല. പിന്നെ വെൻ ദ ഗുഡ്സ് ഹാവ് അറൈവ്ഡ് അറ്റ് ദെയർ ഡെസ്റ്റിനേഷൻ ആൻഡ് ദ കാരിയർ അക്നോളജസ് ടു ദി ബയർ ഓർ ഹിസ് ഏജൻറ്റ് ദാറ്റ് ഹി ഹോൾഡ് ദ ഗുഡ് ഓൺ ഹിസ് ബിഹാഫ്. അതായത് അവിടെ എന്ത് ചെയ്യുന്നു? ബയർ അക്നോളജ് ചെയ്യുകയാണ്, എനിക്ക് വേണ്ടിയിട്ടുള്ള ഗുഡ്സാണ് ഏജൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ അവിടെയും എന്താണ്? ഇത് കിട്ടില്ല എന്നാണ്. പിന്നെ അതാണ് ഗുഡ്സ് ഡെലിവർ ടു ദി ബയർ കരിയർ റോങ്ഫുള്ളായിട്ട് ഡെലിവർ റിഫ്യൂസ് ചെയ്താൽ, അതുപോലെ പാർട്ടിലി ആയിട്ടാണ് ഡെലിവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തിലും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് കിട്ടൂല. മൂന്നാമത്തേതാണ് റൈറ്റ് ഓഫ് റീസെയിൽ എന്നറിയപ്പെടുന്നത്. റൈറ്റ് ഓഫ് റീസെയിൽ
വിൽക്കുവാനുള്ള അവകാശം. ഇഫ് ദ ബയർ ഫെയിൽ ടു പേ ദ ഓഫർ പ്രൈസ് വിത്തിൻ എ റീസണബിൾ ടൈം, ഒരു ന്യായമായ സമയത്തിനുള്ളിൽ ബയർക്ക് ആ ഉൽപ്പന്നത്തിൻ്റെ വില നൽകുവാൻ സാധിച്ചില്ല എങ്കിൽ ദ അൺപെയ്ഡ് സെല്ലർ ഹാസ് ദ റൈറ്റ് ടു റീസെൽ. അൺപെയ്ഡ് സെല്ലർക്ക് എന്ത് ചെയ്യാം? ആ വസ്തുവിനെ വിൽക്കുവാനുള്ള അവകാശമുണ്ട്, വീണ്ടും വിൽക്കുവാനുള്ള അവകാശമുണ്ട്, റീസെല് ചെയ്യുവാനുള്ള അവകാശമുണ്ട് പല സാഹചര്യങ്ങളിൽ. ഒന്നാമത്തെ വേർ ദ ഗുഡ്സ് ആർ ഓഫ് എ പെരിഷബിൾ നാച്ചർ. പെരിഷബിൾ പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് കേടുവരുന്ന സ്വഭാവമുള്ള വസ്തുവാണെങ്കിൽ, മത്തി, മീൻ, അയില, കോര, അല്ലേ, ഫിഷ് നമുക്കതിന് പറയാം, അല്ലേ, ഫിഷ് ഐറ്റംസ്, അല്ലേ, ഫിഷ് ഐറ്റംസ് എന്താണ്? പെരിഷബിൾ ആണ്, പെട്ടെന്ന് കേടുവന്ന് പോവും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ബയർ ആ വസ്തുവിനെ നിശ്ചിത സമയത്തിനുള്ളിൽ വാങ്ങാൻ പരാജയപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഉൽപ്പന്നത്തിൻ്റെ വില നൽകുവാൻ പരാജയപ്പെടുകയാണെങ്കിൽ അൺപെയ്ഡ് സെല്ലർക്ക് എന്ത് ചെയ്യാം? ആ വസ്തുവിനെ റീസെയിൽ ചെയ്യാം. പെരിഷബിൾ ആണെങ്കിൽ, ആ വസ്തു പെരിഷബിൾ ആണെങ്കിൽ, പെട്ടെന്ന് വന്ന് പോകുന്നതാണെങ്കിൽ. പിന്നെയോ അൺപെയ്ഡ് സെല്ലർ ഹാസ് എക്സസൈസ്ഡ് ഹിസ് റൈറ്റ് ഓഫ് ലീൻ ഓർ സ്റ്റോപ്പേജ് ഓഫ് ട്രാൻസിറ്റ്. അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് വിൽക്കാം. അൺപെയ്ഡ് സെല്ലർ ലീനിലൂടെയോ സ്റ്റോപ്പേജ് ഓഫ് ട്രാൻസിറ്റിലൂടെയോ വസ്തുവിനെ തടഞ്ഞു വെച്ചിട്ടുണ്ട് എങ്കിൽ. പിന്നെ വേർ ദ സെല്ലർ എക്സ്പ്രസ്ലി റിസർവ് ഹിസ് റൈറ്റ് ഓഫ് റീസെയിൽ. ഇനി സെല്ലർ എന്ത് ചെയ്യുക? റീസെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് നൽകിയിട്ടുണ്ട് എങ്കിൽ ഈ സാഹചര്യത്തിലൊക്കെ എന്ത് ചെയ്യാം. പിന്നെ നമ്മൾ ഒന്നാമത്തെ പറഞ്ഞ എന്താണ്? ഒരു ബയറുടെ ഗുഡ്സുമായി ബന്ധപ്പെട്ട് അൺപെയ്ഡ് സെല്ലർക്ക് ഗുഡ്സിനെതിരെയുള്ള അവകാശങ്ങളാണ് പറഞ്ഞത്. അടുത്ത എന്താണ്? അൺപെയ്ഡ് സെല്ലർക്ക് ബയറിൽ നിന്നും എന്തൊക്കെയാണ് അവകാശങ്ങളുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ കോൺട്രാക്റ്റ് ബീച്ച് ആയാൽ, അതായത് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ലംഘിക്കപ്പെട്ടാൽ ബയറിൽ നിന്നും അൺപെയ്ഡ് സെല്ലർക്ക് ചില അവകാശങ്ങളുണ്ട്. റൈറ്റ്സ് ഉണ്ട് എഗെയിൻസ്റ്റ് സെല്ലർ. സെല്ലർക്ക് ചില റെമഡീസ് കിട്ടും. ഒന്നാമത്തെ സ്യൂട്ട് ഫോർ പ്രൈസ്. ഒന്നാമത്തത് when the property has passed to the buyer and the buyer wrongfully neglects or refuses to pay, the seller can sue for the price. സെല്ലർ ബയർക്ക് വസ്തു എത്തിച്ചു കൊടുക്കുകയും എന്നാൽ അയാൾ അത് സ്വീകരിക്കാൻ മടി കാണിക്കുകയും അശ്രദ്ധ കാണിക്കുകയും ചെയ്താൽ സെല്ലർക്ക് ആ ഉൽപ്പന്നത്തിൻ്റെ വില നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കാം. സ്യൂട്ട് ഫോർ ഡാമേജസ്. when the buyer wrongfully neglect or refuse to accept or pay to the goods, seller may sue him for damages for non acceptance. സെല്ലർ ബയർക്ക് വസ്തുവിനെ എത്തിച്ചു കൊടുക്കുകയും എന്നാൽ ബയർ അത് സ്വീകരിക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്താൽ, അതിൻ്റെ പണം നൽകാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്താൽ സെല്ലർക്ക് എന്ത് ചെയ്യാം? നോൺ ആക്സെപ്റ്റൻസ്, സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ എന്ത് ചെയ്യാം? നഷ്ടപരിഹാരം നേടിയെടുക്കാൻ കേസ് കൊടുക്കാം. പിന്നെ സ്യൂട്ട് ഫോർ റിപ്യൂഡിക്കേഷൻ. എന്ത് ചെയ്യാം? ഇവിടെ കരാർ ഉപേക്ഷിക്കപ്പെട്ടാൽ അതിൻ്റെ മുകളിലുള്ള ഡാമേജ് നേടിയെടുക്കാനും നഷ്ടപരിഹാരം നേടിയെടുക്കാനും ആർക്ക് കേസ് കൊടുക്കാം? സെല്ലർ കേസ് കൊടുക്കാം. സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണെങ്കിൽ, ഭാഗികമായിട്ടാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? സെല്ലർക്ക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അൺപെയ്ഡ് സെല്ലറുമായിട്ട് പറയാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.